മുറപ്പെണ്ണ്. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 63. അമ്മേ. ഉമ്മറത്തേക്ക് ചാടിയിറങ്ങിയത് മാത്രമേ ചുമ്മുവിന് ഓർമ്മയുള്ളൂ. പെട്ടെന്നുള്ള ആരുടെയോ തള്ളലിൽ അവൾ നിലതെറ്റി പിന്നിലേക്ക് വേച്ചു പോയിരുന്നു. മുൻവാതിലിൻ്റെ കട്ടിളപ്പടിയിൽ കാല് തട്ടി തറയിലേക്ക് വീണുപോയവൾക്ക് ഒരു നിമിഷം വേണ്ടി വന്നു എന്താ സംഭവിച്ചെന്നറിയാനായി. കൈകൾ രണ്ടും കുത്തി ശരീരത്തെ താങ്ങി എഴുന്നേറ്റിരുന്ന പെണ്ണിൻ്റെ കണ്ണുകൾ മുന്നിൽ നിറഞ്ഞു നിൽക്കുന്ന ഗുണ്ടകളെ പോലെയുള്ള ആളുകളെ കണ്ടതും ഒന്ന് കുറുകി. നൊടിയിടയിൽ അവൾക്ക് അപകടം മണത്തു. പുറത്തെ വൈദ്യുത വെളിച്ചത്തിൻ്റെ മുറ്റത്തും ഉമ്മറത്തും നിൽക്കുന്നവരുടെ എണ്ണം അവൾ മനസ്സിൽ കണക്കുകൂട്ടി. 5 ഗുണ്ടകൾ. ആരാടാ നീയ്? മുൻപിൽ നിൽക്കുന്ന ആജാനുബാഹുവാനായ ഒരുവനോട് മുരണ്ടുകൊണ്ടവൾ പൊടുന്നനെ തറയിൽ നിന്നും ചാടി എഴുന്നേറ്റു. എന്നിട്ട് ഉമ്മറത്തേക്ക് ഇറങ്ങിച്ചെന്നു. ആഹാ, നീ ആരാടി? ജാൻസി റാണിയോ? അയാൾ അവളെ നോക്കി കളിയാക്കി ചിരിച്ചു. അപ്പോഴേക്കും അയാളുടെ കൂട്ടാളികൾ എന്ന് തോന്നിയ 3-4 പേര് അവർക്ക് ചുറ്റിനും കൂടിയിരുന്നു. അതല്ലല്ലോ ചേട്ടാ ഇവിടുത്തെ പ്രശ്നം. കൈകൾ രണ്ടും കൂട്ടിപ്പിണച്ച് മുകളിലേക്ക് പൊക്കി പിടിച്ചുകൊണ്ട് ചുമ്മാ അവളുടെ ശരീരം മുന്നിലേക്കും പിന്നിലേക്കും ഒന്ന് വളച്ചു വിട്ടു. എന്നിട്ട് വീടിൻ്റെ ഉമ്മറവാതിലിന് മുന്നിലായി അടഞ്ഞു നിന്നു, ആർക്കും അകത്തേക്ക് കയറുവാൻ പറ്റാത്ത വിധത്തിൽ. ദേ പെണ്ണെ, മാറി നിന്നോ. എനിക്ക് വേണ്ടത് അവനെയാ, ആ മാധവകൃഷ്ണനെ. അവനെ ഇങ്ങോട്ട് വിളിക്ക്. ഞങ്ങളുടെ സാറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ട് വീട്ടിൽ കയറി പാത്തിരിക്കുവാണോ ആ പന്നൻ? ഒന്നിനും ഞാൻ അനുവദിക്കില്ല. വായിലുള്ള മുറുക്കാൻചണ്ടി മുറ്റത്തേക്ക് ആഞ്ഞു തുപ്പിക്കളഞ്ഞിട്ട് അയാൾ ചുമ്മുവിന് നേർക്ക് വിരൽ ചൂണ്ടി അണപ്പല്ലി ഞെരിച്ചു. ചേട്ടന്മാർക്കേ ആള് തെറ്റിപ്പോയെന്നാ തോന്നുന്നേ. നിൻ്റെയൊക്കെ സുകുമാരൻ സാറിനെ അയാളുടെ വീട്ടിൽ കയറി ചെന്ന് വിലങ്ങ് വെച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിൽ പിടിച്ചിടാൻ ധൈര്യം കാട്ടിയ മാധവകൃഷ്ണയ്ക്കേ സ്വന്തം വീട്ടിൽ കയറി ഒളിച്ചിരിക്കേണ്ട ഒട്ടും കാര്യമില്ല. സാറന്മാർക്ക് ആളെ അത്ര പരിചയമില്ലെന്ന് തോന്നുന്നു. കൊടുക്കുന്നതിനൊക്കെ പലിശയും കൂട്ടുപലിശയൊക്കെ ചേർത്ത് അപ്പം തന്നെ തിരിച്ചു കൊടുക്കുന്ന മുതലാണ്. ഒന്ന് മുട്ടാൻ പോകുമ്പോഴേ സൂക്ഷിച്ചു പോകുന്നതല്ലേ നല്ലത്. ഇനിയിപ്പോൾ അറിഞ്ഞില്ലെന്നും കേട്ടില്ലെന്നും ഒന്നും പറഞ്ഞേക്കല്ല്. തൻ്റെ 2 കൈകളും ഏണിന് മുകളിൽ കുത്തി നിന്നുകൊണ്ട് അവളൊന്ന് ചിരിച്ചു. വല്ലാത്തൊരാക്കിയ ചിരി. കണ്ണൻ്റെ കയ്യിൽ ഇവന്മാരെ കിട്ടിയാലുള്ള അവസ്ഥയായിരുന്നു അവൾക്ക് ചിരിക്ക് പിന്നിലുള്ള ആ കാരണം തന്നെ. മാറി നിക്കിടി നരുന്തേ അങ്ങോട്ട്. മുന്നിൽ നിന്ന ആജാനുബാഹുവായ ആ മനുഷ്യൻ പൊടുന്നാണെ അവളെ മാറ്റിയിട്ട് വീടിനുള്ളിലേക്ക് കയറുവാനായി വലങ്കാലം മുന്നോട്ടേക്ക് വെച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. പെണ്ണിൻ്റെ ഇടങ്കാലുകൊണ്ടുള്ള ആഞ്ഞൊരിതിൽ അയാൾ 2 അടി പിന്നിലേക്ക് വേച്ചു പോയിരുന്നു. എങ്കിലും താഴെ വീഴാതെ അയാൾ ഉമ്മറത്തെ തലയിൽ നിലയുറപ്പിച്ചു നിന്നു. നരന്തേ, നിന്റെ കെട്ടിയോള്. നൊടിയിടയിൽ അയാളെപ്പോലും അമ്പരപ്പിച്ചുകൊണ്ട് ആ ആജാനുബാഹുവിനെ ചുമ്മുവിൻ്റെ വലത്തെ ശക്തിയോടെ ആയി. അമ്മേ. അയാൾ തൻ്റെ തുടയുടക്കിന് മുകളിൽ 2 കൈപ്പത്തുകൾ കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു. അലറിക്കൊണ്ട് പിന്നിലേക്ക് മറിഞ്ഞു ഉമ്മറപ്പടികളിൽ തലയിടിച്ച് മുറ്റത്തേക്ക് മലർന്നു വീണ അയാളെ നോക്കി ചുമ്മോട്ടൊരു പുച്ഛത്തോടെ ചിരിച്ചു. അപ്പോഴും ഞാൻ പറഞ്ഞല്ലേ ചേട്ടാ, വേണ്ട വേണ്ടാന്ന്. സേട്ടന്മാർ വന്നു കയറിയ സ്ഥലമേ മാറിപ്പോയി. തലയും പൊത്തിപ്പിടിച്ചുകൊണ്ട് കാറിക്കരയുന്നവൻ്റെ നേർക്ക് വിരൽ ചൂണ്ടി ചുമ്മാ താക്കീത് ചെയ്തു. തലയുടെ പിൻഭാഗം പടികളിൽ ഇടിച്ചതിനാൽ അയാൾക്ക് തല കറങ്ങിയിട്ട് എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, തല പൊട്ടി ഇത് വാർന്ന് തറയിൽ കൂടി ഒഴുകാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. ഒരു പീറപ്പെണ്ണ് തങ്ങളുടെ നേതാവിനെ തീയെന്ന് കണ്ടതും അടുത്ത നേതാവെന്ന് തോന്നിക്കുന്ന ഒരു ഗുണ്ട അവളുടെ നേർക്ക് കൈയൊങ്ങിക്കൊണ്ട് ചെന്നു. അവൻ ചെന്ന് ചുമ്മുവിൻ്റെ വലം കൈ കൊണ്ട് ശ്രമിച്ചതും പെണ്ണ് തൻ്റെ വലത്ത് കൈപ്പത്തി കൊണ്ട് ആ ഗുണ്ടയുടെ വലത്ത് കൈമുട്ടിൻ്റെ പിന്നിലായി ഏൽപ്പിച്ചു. തൽക്ഷണം അവൻ്റെ കൈമുട്ട് മടങ്ങിയതും അവൻ ഇത്തിരി മുന്നോട്ടേക്കൊന്ന് ആഞ്ഞുപോയി. ആ ഒരു നിമിഷം മതിയായിരുന്നു അവൾക്കും. ചുമ്മു തൻ്റെ ഇടത്ത് കൈപ്പത്തി അവൻ്റെ തലയ്ക്ക് പിന്നിൽ കൂടി കൊണ്ടുപോയി കുരുക്കിട്ടു. എന്നിട്ട് അവനെ പിടിച്ച് പിന്നിലേക്ക് അനായാസം മലർത്തി. അവൻ തറയിലേക്ക് പോയി. തൻ്റെ ഇടത്ത് കാല് പിന്നിലേക്കുയർത്തി ചുമ്മു അവൻ്റെ മുകളിൽ ഒന്ന് കൊടുത്തു. വേദന കൊണ്ട് എങ്ങനെയൊക്കെയോ തിരിഞ്ഞു കിടന്നവനെ നോക്കി ഒന്ന് കൊടുക്കാനും അവൾ മറന്നില്ല. എടി, എൻ്റെ ആൾക്കാരെ തൊടുന്നോടി. പൊടുന്നനെ അവശേഷിച്ച 3 പേര് ഒരുമിച്ച് അവളുടെ നേരെ ഒരുപോലെ തിരിഞ്ഞതും ചുമ്മാ ഒന്ന് ചെറുതായി പതറിയിരുന്നു.
ഒന്നാമത് പനിയുടെ ക്ഷീണം, രണ്ടാമത് രാത്രി മുഴുവൻ ഉറങ്ങാതെ ഇരുന്നതിലുള്ള അസ്വസ്ഥത. ഇത് രണ്ടും പെണ്ണിനെ ചെറുതായിട്ട് തളർത്തുന്നുണ്ടായിരുന്നു. ഒരു നരിഞ്ഞിനോട് ഒറ്റയ്ക്ക് മുട്ടാൻ പേടിയുള്ളവന്മാർ. എന്നാലും സാരിയില്ല, സേട്ടന്മാരുമായോ. താഴെ ഇട്ടവൻ്റെ കൈക്ക് മുകളിൽ ഒരു ഇട്ടിട്ട് അവൾ ആ ഗുണ്ടകൾക്ക് നേരെ തിരിഞ്ഞു. അവർ ഒരുമിച്ച് പെണ്ണിനെ വേണ്ടി വന്നതും ചുമ്മാ ആദ്യം അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അങ്ങനെ ഒഴിഞ്ഞു മാറി അവൾ അവരെയും കൊണ്ട് അവിദ്യവിഗദ്ധമായി മേലെടുത്ത തറവാടിൻ്റെ വിശാലമായ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞിരുന്നു. ശബ്ദം കേട്ടാൽ വീട്ടുകാർ എഴുന്നേൽക്കുമോ എന്നൊരു പേടിയായിരുന്നു അവൾക്കപ്പോൾ. കളരി കാട്ടി കേൾപ്പിക്കുന്നോടി പുന്നാരമോളെ, അവരിൽ ഒരുവൻ ദേഷ്യത്തിൽ വിളിച്ചുകൂവി. അപ്പോൾ ലുക്ക് മാത്രമേ ഉള്ളോ സേട്ടന്മാർക്ക്? ഈ തണ്ടും തടിയൊക്കെ വെറുതെ ആയല്ലോ. ഒരുമിച്ച് അവളെ വട്ടം ചുറ്റിയ ആ 3 പേരെയും മാറി മാറി നോക്കിക്കൊണ്ട് അവളൊന്ന് ചെറുതായി കുനിഞ്ഞു. ശേഷം അവളിൽ നിന്നും കളരി പ്രതീക്ഷിച്ച അവരുടെ ചിന്തകളെ പോലും അപ്പാടെ മാറ്റിമറിച്ചുകൊണ്ട് ചുമ്മാ തൻ്റെ മുൻപിൽ നിൽക്കുന്നവൻ്റെ വലത്തെ മുകളിൽ സർവ ഇതുമെടുത്ത് ഒരു വെച്ചു കൊടുത്തു. അയാൾ പിന്നിലേക്ക് മറിഞ്ഞു പോകുവാനായി തുടങ്ങിയെന്ന് കണ്ടതും അതേ വേഗതയിൽ തന്നെ ഇടതുഭാഗത്തായി നിൽക്കുന്നവൻ്റെ മുകളിൽ അവളുടെ വലം ആഴ്ന്നു. പിന്നീട് വലതുഭാഗത്തായി നിൽക്കുന്നവൻ ആലോചിക്കാൻ പോലും സമയം കൊടുക്കാതെ നൊടിയിടയിൽ അവൻ്റെ നടുവിലായിട്ടുള്ള സ്ഥാനവും പെണ്ണിൻ്റെ അടവറിഞ്ഞു. അതും കാറ്റിൻ്റെ വേഗതയിൽ. 3 പേരും സ്ഥാനത്തായിട്ടുള്ളതിൽ തൂങ്ങി നിൽക്കുമ്പോഴാണ് അവൾ അവരെ ഒരുവിധത്തിൽ തറയിലേക്ക് മറിച്ചിട്ടത്. അപ്പോഴേക്കും ചുമ്മു തളർന്നു പോയിരുന്നു. അവൾ ഇരു കൈപ്പത്തിയും കാൽമുട്ടുകൾക്ക് മുകളിൽ അമർത്തി അതിലേക്ക് ശരീരഭാരം കൊടുത്ത് കുനിഞ്ഞു നിന്ന് അണച്ചു. പൊടുന്നനെയാണ് മേലേടത്ത് വീടിൻ്റെ മുന്നിലേക്ക് കണ്ണൻ്റെ പോലീസ് വണ്ടി ഒരു ഇരമ്പലോടെ വന്നു നിന്നത്. അത് കണ്ടപ്പോൾ ഒന്ന് പതുങ്ങിയെങ്കിലും അവൾ തൻ്റെ ക്ഷീണം മറച്ചു പിടിച്ച് നേരെ നിൽക്കുവാൻ ശ്രമിച്ചു. വീട്ടിൽ വന്ന് കാട്ടി ഞാനൊന്ന് സ്നേഹിച്ചു. വെപ്രാളത്തോടെ വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങി അവളുടെ അരികിലേക്ക് പാഞ്ഞു വന്നവൻ്റെ മുൻപിൽ പെണ്ണ് അവശതയോടെ ഏണിന് കൈയും കുത്തി നിന്നു. പക്ഷേ അവളുടെ വലങ്കാല് അപ്പോഴും തറയിൽ കിടക്കുന്ന മുകളിൽ അഭ്യാസം കാട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ,